ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ മറ്റൊരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ഒരു ഷോർട്സ് കണ്ടിട്ട് അടിയിലൊരു കമന്റ് വന്നു. അതായത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ ഫോട്ടോസ്, അപ്പോൾ ഈ ഫോട്ടോസിന്റെ ബിഹൈൻഡ് ദ സ്റ്റോറിയാണ് ഗൈസ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അല്ലേ? കേട്ടപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ തോന്നി. നമുക്ക് വീഡിയോ എടുക്കാന്നുള്ളൊരു തോന്നി ഗൈസ്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അമ്പു അയ്യോ, അമ്പു ഫാന് തിന്നണോ? നമുക്ക് ഫാന് തിന്നല്ലേ? ഫാന് കാറ്റടിക്കാനുള്ള. അപ്പോൾ വീഡിയോ എടുക്കുന്നത് നമ്മൾ ഫാൻ ഓഫ് ആക്കിയത്, കാരണം നമ്മുടെ മൈക്കിന്റെ കംപ്ലൈന്റ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും നേരത്തെ വീഡിയോ മൈക്കിന്റെ കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്, ഇതുമായിട്ട് പരിഹരിച്ചിട്ടുണ്ട്. പുതിയൊരു മൈക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പൊ അത് കാരണം ഫാൻ ഇല്ലാത്തതാണ് അമ്പൂന് പറ്റില്ല. അപ്പൊ നമ്മള് കയ്യിൽ ചെറിയൊരു ഫാൻ കൊടുത്തു. അത് തിന്നുവാണോ പെണ്ണെ നീ? അപ്പൊ ഹായ് പറഞ്ഞ എല്ലാവർക്കും ഹായ് ഹലോ. ചിച്ച കാണിച്ച് അമ്പുനോട് ഹൗ എന്ന് പറഞ്ഞാൽ അമ്പൂസ് ചിരിക്കും. പിന്നെ അമ്പുവിന്റെ കാക്ക എന്ന് പറഞ്ഞാല് പെട്ടെന്ന് ചിരിക്കും. അമ്പുസിന്റെ കാക്ക. അമ്പു ചിരിക്കാൻ പറ്റിയ ഒരു മാർഗം അതാണ്. അമ്പുവിന്റെ കാക്ക ചിരിക്കും, അമ്പുവിന്റെ പൂച്ച പേടിക്കും. അപ്പൊ നമുക്ക് ഈ പുറകെ കിടക്കുന്ന ഫോട്ടോയെ പറ്റിയിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തായിരുന്നു, അതായത് ആ ഫോട്ടോ എടുക്കാനുള്ള റീസൺ, എപ്പോഴെടുത്തതാണ് അല്ലെ എങ്ങനെ എടുത്താണ്, ഞങ്ങൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോകാം. അമ്പൂസേ, അമ്പൂട്ടിന് ഇവിടെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടാ നോട്ടം അല്ലേ? ഫോൺ പിടിച്ച. അപ്പൊ നമ്മള് ഈ ഇട്ടിരിക്കുന്ന ഫോട്ടോസ്, ഈ ഫോട്ടോസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ വീഡിയോയിൽ. ചിലതൊരു കഥകളും ഇല്ല, ചിലതിന് ചെറിയ കഥകളുണ്ട്. അങ്ങനെ എല്ലാത്തിനും ചിലപ്പോ ഓർമ്മ പോലും കാണത്തില്ല. എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഒരു കാര്യം, എനിക്ക് ഓർമ്മയില്ലെങ്കിലും പൊന്നാക്കി എല്ലാത്തിനെ പറ്റിയിട്ടുള്ള ഓർമ്മ കാണും. അല്ലയോ? പഠിക്കുന്ന കാര്യം വിട്ട് ബാക്കിയല്ല എല്ലാത്തിൻ്റെ അത് പൊന്നാക്കി ഭയങ്കര ബ്രെയിൻ ആണ്. അപ്പൊ നമ്മൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ഫോട്ടോ എങ്ങനെ മൊത്തത്തിൽ ഇവിടുന്ന് തുടങ്ങുവാണോ അതോ തുടങ്ങി അങ്ങ് പോയി ഇങ്ങ് തിരിച്ചിങ്ങി വരാം? ഓക്കെ ഗൈസ്, നമ്മളിവിടെ ഒരു ചെറിയൊരു സംഭവം വെച്ചിട്ടുണ്ട്. അപ്പം ഇതിപ്പം അമ്പുവിന് മറ്റേ കറങ്ങുന്ന സുനാപ്പി, നേരത്തെ ഇവിടെ ഒരു ഫ്ലവർ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ അമ്പു കിടക്കുന്നുണ്ട് രാത്രി. അത് വീഴത്തില്ല, എന്നാലും മനസ്സിന്റെ ആ ഒരു ധൈര്യം കാരണം അതെടുത്ത് മാറ്റി അമ്മ കിലുക്കം തൂക്കിയിടുമായിരുന്നു. അമ്പുന് ഉറക്കം വന്നിട്ടിരിക്കുക. നിങ്ങൾ നോക്കിയോ? ഫോട്ടോ പിടിക്കാ ലൈറ്റ്. ഏത് സമയത്ത് വേണേലും അമ്പു ഉറങ്ങും, അല്ലെങ്കിൽ അമ്പു ബഹളം വെക്കും, കരയും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇതെല്ലാം നമ്മൾ ക്ഷമിക്കണം, സഹിക്കണം. ഫോട്ടോ ഇപ്പൊ നമ്മള് ഉറക്കം വരുന്നത്, അത് കണ്ണൊക്കെ തിരിഞ്ഞു, കണ്ണൊന്നും കുത്തിപ്പൊട്ടിക്കലടാ. അപ്പൊ സ്റ്റാർട്ടിങ് ഇതാ കിടക്കുന്ന ഫസ്റ്റ് ഫോട്ടോ. ആ ഫോട്ടോ എപ്പോ എടുത്തതാ? ആ ഫോട്ടോ നമ്മള് ഈ വീടിന് മുമ്പത്തെ വീട്ടില് താമസിക്കാൻ നേരം എടുത്തൊരു ഫോട്ടോയാ. തോടൊക്കെ ഉണ്ടായിരുന്ന വീടില്ലേ, എല്ലാരും കണ്ടിട്ടുണ്ടായിരിക്കും നമ്മള്. അതെ, അവിടെ വെച്ചിട്ട് എടുത്ത ഒരു ദിവസം ഉച്ച സമയത്ത് എടുത്ത. ഈവനിങ് ആണോ? സത്യം പറഞ്ഞാൽ ആ ഫോട്ടോ കാണുമ്പോൾ കുറെ മെമ്മറീസ് ഉണ്ട്. കാരണം നമ്മൾ ആ താമസ വീടും അതിന്റെ ലൊക്കാലിറ്റി ഒക്കെ ഭയങ്കര മെമ്മറി ആയിട്ടുള്ളൊരു, നമുക്ക് നല്ലൊരു ഗുഡ് ആംബിയൻസ് ആയിരുന്നു. അതുപോലെ തന്നെ അവിടെ വെച്ചാണ് നമ്മൾ ആദ്യമായിട്ട് വീഡിയോസ് അവിടെ നമ്മൾ ആദ്യമായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൊബൈൽ എടുക്കുന്നതും ആ വീട്ടിൽ വെച്ചാണ് ഗൈസ്. നല്ല അടിപൊളിയായിരുന്നു. നെക്സ്റ്റ് ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഈ ഫോട്ടോ അത് ക്യാരിങ് ആയതിനു ശേഷം എടുത്തല്ലേ. അത് നമ്മളൊരു ഷോർട്സ് എടുക്കാൻ നേരിട്ട് അതിന്റെ ബിഹൈൻഡ് ആയിട്ട് നമ്മളൊരു ഫോട്ടോസ് കൊറേ ഫോട്ടോസ് എടുത്തു. അതിലൊരു ഫോട്ടോസ്, അതിനകത്താണ് നമ്മള് പൊന്നാടെ പുറകെ ഞാൻ ഒളിച്ചിരിക്കുന്ന, കൈയുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുള്ളത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് ഈ ഫോട്ടോ. ഈ ഫോട്ടോ അതും പഴയ വീട്ടിൽ വെച്ച് തന്നെ. അല്ലല്ല, ഇവിടെ വെച്ചിട്ട് നമ്മള് പൊന്നാക്കി ഞാൻ ജോലിക്ക് പോകുന്ന ടൈമിൽ അമ്പുന്റെ സ്മൈലി എടുക്കാൻ വേണ്ടി. അതെന്നാ ഇപ്പൊ അമ്പ് രാത്രി കിടക്കുന്നതല്ല, ഇത് കെട്ടിപ്പിടിച്ചാണ്. അത് ഞാൻ ജോലിക്ക് പോവാൻ വേണ്ടിട്ട് ഒരു ദിവസം ലേറ്റ് ആയെന്ന് തോന്നുന്നു. ലേറ്റ് ആയപ്പോ ഞാൻ കൊണ്ടിടാൻ കൂടെ വന്നതാണ്. ഞാൻ കൂടെ ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ട് അല്ലേ, ഞാൻ പിന്നെ ലാസ്റ്റ് വിളിച്ചെണീപ്പിച്ച് എന്നെ കൊണ്ടിടാൻ വേണ്ടി. അത് രാവിലെയാണ്, രാവിലെ എന്നെ കണ്ടാ അറിയാൻ പറ്റും. ഉറക്കം തൂങ്ങി തേഞ്ഞിരിക്കും. അമ്പുവേ, അമ്പുസേ, അമ്പു ഭയങ്കര മേളമാണ്. അമ്പു നാനാ നിന്റെ
അമ്പ് ഇടയ്ക്ക് വിള വിളിക്കുന്ന എങ്ങനെ അറിയോ? ഇങ്ക ഇങ്ക ഹിങ്ക ഇങ്കേ ഇങ്കേ ഇങ്കന്ന് വിളിച്ച അറിയുന്നേ. ഇപ്പൊ ഉറക്കം വന്ന പെണ്ണ. ഉറങ്ങണ്ടായോ? അത് വീഡിയോ എടുക്കുമ്പോൾ മാത്രം ഉറങ്ങണ്ടായോടാ? ഉറങ്ങണ്ടായോടാ? കണ്ടോ, ഇത് പൊന്നാട് ഒരു സെറ്റപ്പാണ്. അതായത് കുഞ്ഞിന്റെ തല രാത്രി കിടക്കാൻ നേരത്തെ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളും വന്ന് ഭിത്തിയിലോട്ട് തട്ടാതിരിക്കാൻ വേണ്ടിട്ട് പൊന്നാട ബ്രില്യന്റ് ആയിട്ടുള്ള ഓക്കെ. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഫോട്ടോ അപ്പൊ ഈ ഫോട്ടോ ഈ ഫോട്ടോ കുറച്ച് ബ്ലറാണ് ഗൈസ്, കാരണം നല്ല പഴയ ഒരു ഫോണിലെടുത്തത്, ക്ലാരിറ്റി ഒന്നും ഇല്ലാത്ത. ആ ഫോട്ടോയ്ക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഗൈസ്. അതായത് ഗൈസ്, അപ്പൊ ആ ഫോട്ടോയ്ക്ക് ഒരുപാട് മെമ്മറീസ് പറയാനുണ്ട്. പക്ഷെ അമ്പു ഒന്നിനും സമ്മതിക്കാൻ തോന്നുന്നില്ല ഗൈസ്. അപ്പൊ ആ ഫോട്ടോ നമ്മള് അതായത് സ്നേഹിച്ച് ആ സ്നേഹത്തിന്റെ ഒരു ഡീപ്പ് ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതായത് നമുക്ക് ഒട്ടും പിരിയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ ഒരു സ്റ്റേജിൽ ആ സമയത്ത് എടുത്തൊരു ഫോട്ടോയാണ് അത്. അതില് നമ്മളപ്പം എന്റെ ഫോട്ടോ മോളിന് താഴെയായിട്ടാ താമസിക്കുന്നത്. യെസ്. അന്ന് ഞങ്ങള് അത് ഞാൻ മുകളിലും പൊന്നൊക്കെ താഴെയും. അപ്പൊ ആ സമയത്ത് അടുത്തുണ്ടെങ്കിൽ പോലും ഭയങ്കര മിസ്സിങ്ങും ഭയങ്കര എന്താ പറയുക, എന്തോ ഒരു സംതിങ് വൈബ് ഉള്ള സമയത്ത് പൊന്ന പെട്ടെന്ന് വന്നിട്ട് ഒരു വിത്തിൻ സെക്കൻഡ്സിന് ഉള്ളിൽ വന്ന് നിന്ന് ഞാൻ ഈ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞ അങ്ങനെ അന്നേരം ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞല്ല, ഞാൻ അവിടെ വന്ന് നിന്നു. അപ്പൊ പെട്ടെന്ന് പൊന്ന ഫോൺ ഇങ്ങനെ പൊക്കി ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് അത് വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് ഫോട്ടോ എടുത്തിട്ട് പൊന്നെ പെട്ടെന്ന് മുടിയും കയറി പോയി. ഇപ്പൊ തിരിഞ്ഞ് ആ ടൈമൊക്കെ ആലോചിക്കുമ്പോ ഭയങ്കര എന്താ ഫീലിങ്സ്, സാഡും ഹാപ്പിനെസ്സും ഭയങ്കര മൊമെന്റ്സും ഒക്കെ. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഫോട്ടോസ് ഇവിടെ ഉണ്ടെങ്കിലും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഫോട്ടോ ഇതാണ്, കാരണം നമ്മുടെ കുറെ അധികം മെമ്മറികൾ ഒളിഞ്ഞിരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു ഫോട്ടോ അതാണ്, ഒരിക്കലും മറക്കാൻ പറ്റില്ല. നെക്സ്റ്റ് വൺ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാ. ഫസ്റ്റില് നമ്മൾ കാണിച്ച ഫോട്ടോയും ഈ ഫോട്ടോയും സെയിം ടൈമില്. അത് എന്താ പറയുക, നമ്മള് ഉച്ചയ്ക്കല്ല ഈവനിങ് സമയത്ത് നമ്മള് തോട്ടിൽ കുളിക്കാൻ പോയത്. നമ്മുടെ ബാക്കിൽ തോടാണ്. നമ്മുടെ പഴയ വീഡിയോസ് ഒരു പ്രത്യേകത, നേച്ചർ ഭയങ്കര ഒരു എന്താ പറയാ, ഭയങ്കര ഒരു കാടായിരുന്നു. വീതി കൂടിയ ഒരു തോടാണ് ഗൈസ്. അപ്പൊ നമ്മള് ആ സമയത്ത് മീനൊക്കെ പിടിച്ച് അങ്ങനെ മീനൊക്കെ പിടിച്ച് ആ തോട്ടി കുളിച്ചിട്ട് വന്നിട്ട് എടുത്ത ഒരു ഫോട്ടോയാണ് ഗൈസ്. ഒന്നല്ല, ഒരു 5-6 ഫോട്ടോ എടുത്തു ഗൈസ്. അപ്പൊ നമ്മൾ ആദ്യം കാണിച്ച ഫോട്ടോയും ഇപ്പൊ കാണിച്ച ഫോട്ടോയല്ല, സെയിം സമയത്ത് എടുത്ത ഫോട്ടോയാണ് ഗൈസ്. ആ ഫോട്ടോ കാണുമ്പോ ശരിക്കും ഓർമ്മ വരുന്ന ആ വീടും പരിസരവും തന്നെ. നെക്സ്റ്റ് വൺ അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല, പറയേണ്ട ആവശ്യമുണ്ട് ഗൈസ്. ആ ഫോട്ടോ എന്ന് പറഞ്ഞാൽ പിന്നെ ക്യാരിങ് ആയതിനു ശേഷം ഫസ്റ്റ് എടുക്കുന്ന ഫോട്ടോയാണ്. ക്യാരിങ് ആയതിനു ശേഷം അറിഞ്ഞതിന്റെ പിറ്റേ ദിവസം രാവിലെ ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് ഇറങ്ങി നിന്ന് ഡ്രസ്സൊക്കെ എടുത്ത് റെഡിയായി ഇറങ്ങി നിന്നതിന് ശേഷം നമ്മൾ എടുത്ത ഫോട്ടോയാണ് ഗൈസ്. അതൊരു ഭയങ്കര ക്യൂട്ട് മൊമെന്റ്. അതില് ഹൈഡിങ് ആയിട്ട് നീ ഉണ്ട്. ആ 2 ലൈനാണ് ഇപ്പൊ ഇവിടെ കിടക്കുന്ന ഈ 1 ലൈൻ. ആ 2 ലൈനാണ് ഇപ്പൊ കിടക്കുന്ന ഈ 1 ലൈൻ. ഈ ഫോട്ടോ എന്ന് പറഞ്ഞാല് ഈ വീട്ടിൽ വെച്ചിട്ടുണ്ടോ? അതെ, അത് നമ്മളൊരു റീൽ എടുക്കാൻ വേണ്ടിട്ട് പാട്ടിന്റെ എന്നെ എടുത്ത് ഷാറുഖ് ഖാന്റെയും നന്ദനയുടെ ഒരു പാട്ട് ഹിറ്റ് ആയ സിനിമയുടെ പാട്ട് രാമയ്യ. ശരി, ആ രാമയ്യ കളിച്ചതിന്റെ അന്ന് എടുത്ത ഫോട്ടോ. പക്ഷെ അന്നേരം നമുക്ക് നല്ല വെയിൽ അന്നേരം അടിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ വെയിലിനെ വെച്ചിട്ട് എടുക്കാന്ന് പറഞ്ഞ അങ്ങനെ എടുത്ത ഫോട്ടോ. പക്ഷെ ആ ഫോട്ടോ ഇല്ലേ കേട്ടോ, ശരിക്കും ആ ഫോട്ടോ ഉണ്ടായി. ഞാൻ ശരിക്കും ഒരു ചന്ദനക്കുറി ഒക്കെ ഇട്ടിരിക്കുന്ന ഫീൽ, കറക്റ്റ് നെറ്റിയിൽ വെട്ട അടിച്ചേക്കുന്നത്. അപ്പൊ അടുത്ത ഫോട്ടോ എന്ന് പറഞ്ഞാല് ഇത് ഈ ഫോട്ടോയും നമ്മള് സെക്കൻഡ് പറഞ്ഞ ഫോട്ടോ സെയിം ആണ് ഇവിടെ എടുത്ത ഫോട്ടോ. അതായത് അത് നമ്മള് റീലിന് ഇടയ്ക്ക് എടുത്ത ഫോട്ടോ. ഇപ്പൊ റീല് വലിയ വീഡിയോസ് ഒക്കെ എടുക്കുന്ന സമയത്ത് കുറച്ച് ഫോട്ടോസും കൂടെ എടുക്കാറുണ്ട്. അതുപോലെ അന്ന് അപ്രതീക്ഷിതമായിട്ട് എടുത്തതാ. പക്ഷെ ആ ഇപ്പൊ കാണിച്ചിരിക്കുന്ന ആ ഫോട്ടോ, ആ ഡ്രസ്സില് ഒത്തിരി ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, പല കോപ്രായങ്ങളും കാണിച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്. അത് വളരെ കുറെ നേരം ചമ്മിയൊക്കെ നിന്നതിന് ശേഷം എടുത്തൊരു ഫോട്ടോയാണ്, ഓർക്കുന്നുണ്ടോ? അതില് നമ്മൾ ഡാൻസ് കളിക്കാൻ വേണ്ടിട്ട് എടുത്തതാ. അത് നമ്മള് മറ്റേ പടം തിരുവാത്തടി അല്ല
യാടിനി മോഹിനി. അതിനകത്ത് പാട്ട് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പാട്ടിന്റെ റീൽ എടുക്കാൻ വേണ്ടിട്ട് രാത്രിയിലാണ് അന്നേരം ഡാൻസ് പഠിക്കുന്നു, അപ്പൊ തന്നെ കളിക്കുന്നു. ആ റീൽസ് കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാതെ അപ്പ പഠിച്ച് അപ്പ തന്നെ എടുത്തതെന്ന് എല്ലാവർക്കും മനസ്സിലാവും. അതിനുശേഷം എടുത്ത ഫോട്ടോ. ഇത് ഈ ഫോട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഫോട്ടോയ്ക്ക് പറയാൻ ഒരുപാട് മിസ്റ്ററി ആയിട്ടുള്ള ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. കാരണം ഹാപ്പി മൊമെന്റ്സിനേക്കാൾ കൂടുതൽ ദുരൂഹമായ ഭയാനകമായിട്ടുള്ള മെമ്മറീസ് കൂടുതലുള്ള ഈ ഫോട്ടോയ്ക്ക് പറയാൻ. ആ പിക്കിനല്ല, ആ പിക്കിന്റെ ബിഹൈൻഡിൽ. അതായത് നമ്മൾ ഇത് താമസിക്കുന്നത് വേറൊരു വീട്ടിലായിരുന്നു, കോന്നിയില് വേറൊരു വീട്ടില്. അപ്പൊ അവിടെ കുറച്ച് പേടിപ്പിക്കുന്ന കുറെ സിറ്റുവേഷൻ, അതായത് അവിടെ താമസിച്ചിട്ടുള്ള കാലം മൊത്തം ഭയങ്കര ഒരു സംഭവമായിരുന്നു. കാരണം ആ ഫോട്ടോ കാണുമ്പോൾ ഫസ്റ്റ് ഓർമ്മ വരുന്നത് ആ വീടാണ്. ആ വീടിനെ പക്ഷെ ഇതെനിക്ക് ഓർമ്മയുണ്ട്. അത് അന്ന് രാവിലെ ഞാൻ അടുക്കളയിൽ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോ, അത് നമ്മൾ വീഡിയോ എടുക്കുക, വ്ലോഗ് ചെയ്യുവാണ്. ദോശ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോ ഇങ്ങനെ ജനലിൽ കൂടെ പിന്നെ പുറത്ത് പോയിട്ട് പുറത്ത് പോയിട്ട് വ്ലോഗ് ചെയ്തോണ്ടിരുന്നപ്പോ നല്ലതായിട്ട് ഫേസിൽ വെയിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ക്യാമറ അവിടെ സെറ്റ് ചെയ്തിട്ട് അതാണ് പുറത്ത് പോയിട്ട് എടുത്തേ. പക്ഷെ ഫോട്ടോയിൽ വന്നപ്പോൾ ഇത് എന്താണ്ടോ മഞ്ഞളൊക്കെ ഇട്ട് തേച്ച പോലെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഫോട്ടോ കാണുമ്പോ ശരിക്കും ഇതൊരു ഈ ഫോട്ടോയിൽ എന്തുവാണ് കാണുന്നത് അതൊക്കെ തന്നെയായിരുന്നു വീട്ടില്. ശരിക്കും അത് ഒത്തിരി ഉണ്ട് കേട്ടോ. അതിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ ഒരുപാടുണ്ട്. പക്ഷെ നമ്മൾ അത്രയും പറഞ്ഞ് അങ്ങോട്ട് പോകുന്നില്ല. നമ്മളൊരു ചെറിയ വീഡിയോ ഉദ്ദേശിച്ചേക്കും അല്ലേ, കുട്ടി വീഡിയോ ചെറുതായിട്ട് ജസ്റ്റ്. അപ്പൊ നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് ഈ ക്യൂട്ട് ഫോട്ടോ ആണ്. ഇത് ശരിക്കും പറഞ്ഞാല് ഫേസ്ബുക്കിൽ എന്റെ ഒരു സമയം വരെയുള്ള ഒരു DP ആയിരുന്നു. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ലാത്ത ഇവർക്ക് ആ ഫോട്ടോ ഇഷ്ടം. കാര്യം എന്താ അറിയോ, ഇവർക്ക് ഇഷ്ടപ്പെടാതിരിക്കുള്ള മെയിൻ കാര്യം ഇവളുടെ മുടി അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്നത്. അതുകൊണ്ട് അല്ല ഒരു കാര്യമുണ്ട്. പക്ഷെ എന്താ അറിയോ, ഫോട്ടോയ്ക്കകത്ത് ഇവളുടെ ഏതെങ്കിലും ഭാഗങ്ങള് വൃത്തികേടായിട്ടിരിക്കുകയാണെങ്കിൽ ഇവർക്ക് ആ ഫോട്ടോ കൊള്ളത്തില്ല. പക്ഷെ ആ ഫോട്ടോയ്ക്കകത്ത് ഞാൻ സൂപ്പർ ആയിരിക്കും. അതുകൊണ്ട് അതൊക്കെ ഇഷ്ടമല്ല. ഇതിൽ ഞാൻ വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ. പക്ഷെ എനിക്ക് എന്തോ ആ ഫോട്ടോ എന്തോ വലിയ അത്രയ്ക്ക് ഇഷ്ടമല്ല. ഇത് കൊച്ചിന് പോലും ഇഷ്ടമല്ല. പിന്നെ ഒരു കാര്യം, ഈ ഫോട്ടോയും പൊന്ന ക്യാരിങ് ആയിട്ടിരിക്കുന്ന സമയത്ത് എടുത്ത ഫോട്ടോയാണ്. ഹലോ, അതെ എന്റെ മെമ്മറി ഉണ്ട്. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് ഇതും പൊന്ന ഏകദേശം ഒരു 4-5 മാസം ഒരു 5-6 മാസത്തിനോട് ഇടയ്ക്കുള്ള ഒരു ഫോട്ടോ. ഇത് ശരിക്കും ഞാൻ ആഗ്രഹിച്ച് ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹിച്ച് പോയി എടുത്താണ്. പക്ഷെ ഒരു 10-20 ഫോട്ടോയിൽ കൂടുതൽ എടുത്തു. പക്ഷെ ഒന്നും ഓക്കെ ആയിട്ടില്ല. അതില് ഇത് മാത്രമേ കുറച്ചുകൂടി ഓക്കെ ആയിട്ട് കിട്ടി. പക്ഷെ എന്തായാലും നല്ല അടിപൊളി ഒരു മൂവ്മെന്റ് ആയിരുന്നു. അതായത് ഇൻസൈഡിൽ കിടക്കുന്ന എന്റെ അമ്മൂന് ഞാൻ ആദ്യമായിട്ട് ഉമ്മ കൊടുക്കുന്ന ഫോട്ടോ ആണ്. പബ്ലിക്കായിട്ട് അല്ലാണ്ട് അല്ല. പക്ഷെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടും സെറ്റിങ്സും എല്ലാം ഭയങ്കര റഷ് ആയിപ്പോയി. അത് ഒരു നമ്മളിത് പ്രിന്റ് എടുക്കാൻ കൊടുത്ത ആൾക്കാർ അവര് നമ്മളോട് ചെയ്ത ചതിയാ. കാരണം സാധാരണ ഇതെല്ലാം നല്ല ക്ലാരിറ്റി ഉള്ള ഫോട്ടോസ് ആയിരുന്നു. ഇതുപോലെ ഒരു പോളറോയിഡ് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ കൊടുത്തു, എല്ലാം സെറ്റ് ചെയ്ത്. അത് നമുക്ക് കിട്ടിയത് തന്നെ എത്രയോ 2-3 മാസം, അതിലും കൂടുതൽ താമസിച്ചാ കിട്ടിയത്. 2 അല്ല, ഇവള് വന്നതിന് ശേഷമല്ലേ നിയറസ്റ്റ് അല്ലേ കിട്ടിയത്. ഇവള് വന്ന് ഇവക്കൊരു 4 മാസം കണ്ടായപ്പോഴാണ് നമുക്ക് ഡിസപ്പോയിന്റഡ് ആയിരുന്നു. കാരണം ഭയങ്കരമായിട്ട് ബ്ലറ്, മറ്റേ ഗ്രെയിൻസും ക്ലാരിറ്റി ഒട്ടുമില്ല. കിട്ടി. അപ്പൊ നമ്മൾ എന്തായാലും ഇത് ഉള്ള ക്ലാരിറ്റിയിൽ നമ്മൾ ഇവിടെ തൂക്കിയിട്ട് ഗൈസ് ഭംഗിയല്ലേ ഗൈസ്. അപ്പൊ ഇതും നമ്മള് ആദ്യം കാണിച്ച പോലെ അതായത് പൊന്ന ക്യാരിങ് എന്ന് അറിയിച്ച സമയത്ത് നമ്മൾ ആ കാർഡ് വെച്ചിട്ടെടുത്തുള്ള ഫോട്ടോ ആണ് ഗൈസ്. ഗൈസ് അമ്പൂന് കടലിലേക്ക് കിടന്ന അമ്പൂന് ഫാൻ തന്നെ ചൂടെടുക്കുന്നുണ്ടോ? ഇപ്പൊ അമ്പു പല പല സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വെറൈറ്റി സൗണ്ട്. അപ്പൊ നെക്സ്റ്റ് ഫോട്ടോ എന്ന് പറഞ്ഞാല് ഇതും ഇത് നമ്മള് കോട്ടയത്ത് ഹോസ്പിറ്റൽ, അതായത് പൊന്നായി കാണിക്കുമ്പോൾ ഏകദേശം അമ്പു വരാറായ സമയമാണ് ആയിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മള് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിട്ട് കോട്ടയത്ത് ഹോസ്പിറ്റലിൽ പൊന്നായി കാണിക്കാൻ വേണ്ടി
മോർണിംഗ് ഇവിടെ വീട്ടിൽ വെച്ചെടുത്തത്. ഇത് വീട്ടുമുറ്റത്ത് വെച്ചെടുത്ത ഫോട്ടോ. അത് ഹോസ്പിറ്റലിൽ വെച്ച് നമ്മൾ എടുത്ത ഫോട്ടോസും നമുക്ക് വേറെ ഉണ്ട്. അത് നമ്മൾ ഇട്ടിട്ടുണ്ട്, പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് ഗൈസ് ഈ ഒരു ഫോട്ടോ ആണ്. ഈ ഫോട്ടോയ്ക്ക് പറയാന് ഈ ചെയിനിൽ കിടക്കുന്ന ഫോട്ടോസിലെ ഫസ്റ്റ് എടുത്ത ഫോട്ടോ അതാ. അതെ ശരിയാ, ഈ ഫോട്ടോയ്ക്ക് പറയാൻ ഒരുപാട് മെമ്മറീസ്, ഒരുപാട് ഒത്തിരി മെമ്മറീസ് ഉണ്ട്. നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്നതിന് കാരണം ആ ഫോട്ടോ എടുക്കാനുള്ള സമയത്ത് എല്ലാം സ്പെൻഡ് ആയിരുന്നു ഇല്ലയോ? ആ ഫോട്ടോയ്ക്ക് ഒരുപാട്, കാരണം നമ്മുടെ പല കാര്യങ്ങളും നടന്നിട്ടുണ്ടായിരുന്നത്. ഇത് എടുത്തേക്കെന്ന് പറഞ്ഞാല് തിരുവനന്തപുരം എയർപോർട്ട് വെച്ച്. അതെ, തിരുവനന്തപുരം എയർപോർട്ട് വെച്ചിട്ട് പിന്നെ മൂത്ത അളിയനെ ഗൾഫിന് പോകാൻ വേണ്ടി കൊണ്ടുവിടാൻ വേണ്ടി നടന്നത് അല്ലേ, എയർപോർട്ടില്. അളിയനെ ഗൾഫിലേക്ക് കയറ്റി വിടാൻ വേണ്ടിട്ട് പോയപ്പോ ഞങ്ങള് പോയതുകൊണ്ടല്ല കയറ്റി വിട്ടത് കേട്ടോ. ഗൾഫിൽ പോകാൻ വേണ്ടി കൊണ്ടുവിടാൻ വേണ്ടി ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെയും കൊണ്ടുപോയായിരുന്നു. കാരണം ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങൾ പോയതിനു ശേഷം ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു സപ്പോർട്ട് ഞങ്ങളുടെ ഒരു ബാക്ക് ബോൺ, അതായത് നമ്മൾ സ്നേഹിച്ച് ഇതായതിനു ശേഷം ഞങ്ങൾക്ക് വേണ്ടിട്ട് ഏറ്റവും കാര്യങ്ങൾ ചെയ്തതും നമുക്ക് വേണ്ടി ഓടി നടന്നതൊക്കെ ആയിട്ടുണ്ട്. ആ ഒരു മൊമെന്റിൽ ഞങ്ങളുടെ ഒരു ഹെൽപ്പർ ആയിരുന്നു, ഞങ്ങളുടെ ബാക്ക് ബോൺ ആയിരുന്നു, ഞങ്ങളുടെ ഗാർഡിയൻ ആയിരുന്നു, എല്ലാമായിരുന്നു. പൊന്നാടെ നാത്തൂനും എന്റെ ഒരു അളിയനും. അപ്പൊ നമ്മുടെ ഫോട്ടോസിന്റെ സെക്ഷൻസ് എല്ലാം കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് ഇത് നമ്മള് കോന്നി ഫെസ്റ്റിന് പോയപ്പോ അവിടെ റേറ്റ് കുറഞ്ഞ് അതായത് സ്പോട്ടിൽ ഫ്രെയിം ചെയ്ത് തരുമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് ഫോണിൽ നോക്കിയപ്പോ പെട്ടെന്ന് എടുക്കാൻ പറ്റിയ കുറച്ച് ഫോട്ടോസ് ആണ് ഫ്രെയിം ചെയ്ത് വെച്ചത്. ഈ ഒരു ഫോട്ടോയിൽ എനിക്ക് പൊന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്ത് ചെയ്യാൻ പറ്റും കാശ്, ഞാൻ അല്ലാതില്ല ഈ ഒരു പിക്കില് എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ ഗൈസ്, ഇത് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ. ഇത് നമ്മൾ നേരത്തെ കാണിച്ച ചെറിയ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതെന്ന് പറഞ്ഞാല് ഇത് നമ്മള് സ്നേഹിച്ചിരുന്ന സമയത്ത് പൊന്നാടെ ഒരു എന്റെ മാമായെ എയർപോർട്ടിൽ വിടാൻ വേണ്ടിട്ട് ഞങ്ങൾ കണ്ണുകൊണ്ട് എയർപോർട്ടിൽ കൊണ്ടുവിടും. ഇതെന്റെ അമ്മ, ഇത് പൊന്നാടെ മമ്മി. ഞങ്ങൾ രണ്ടുപേരും കൂടെ ആയിരുന്നു കൊണ്ടുവിടാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നെ എന്റെ മാമായെ. അന്ന് രാത്രിയല്ല ഞാൻ വിളിച്ച് തിരക്കായിരുന്നു ഷമീഖാനെ എയർപോർട്ടിലേക്ക് കയറ്റി വിടാൻ വേണ്ടിട്ട് പോയപ്പോ എടുത്ത ഫോട്ടോ. ആ ഫോട്ടോ ഫോട്ടോ നിനക്ക് സമയമില്ലെന്ന്. ഈ ഫോട്ടോ ഞാൻ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിരുന്ന സമയത്ത് ഒരുപാട് പേര് എന്റെ അടുത്ത് ചോദിച്ചു ഞാൻ ഗൾഫിന് പോവാണോ. ഇത് എനിക്ക് പിന്നെ അന്നേരം അയച്ചെന്താ, ഞാൻ മെസ്സേജ് ഉറങ്ങാതെ കിടന്ന് ഞാൻ മെസ്സേജ് അയക്കുമായിരുന്നു. ഓർക്കുന്നുണ്ട് അമ്പുനറിയാമോ, ലാസ്റ്റ് ഫോട്ടോ അത് ഭയങ്കര ലോസ് മെമ്മറിയാ. ശരിക്കും പറഞ്ഞാൽ ഈ ഫോട്ടോ കാണുമ്പോൾ സങ്കടമാണ്. പിന്നെ ഈ ഫോട്ടോ എടുക്കാനുണ്ടായ മൂമെന്റ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ലൈഫിലെ ടേണിംഗ് മൊമെന്റ്. അതായത് ഞങ്ങളുടെ കല്യാണ ദിവസം നമ്മുടെ മൂത്ത അളിയന്റെ വീട്ടിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ള ഒരു ഫോട്ടോയാണത്. അപ്പം അവിടെ വെച്ചായിരുന്നു കല്യാണവും കാര്യങ്ങളൊക്കെ. അപ്പൊ ആ നിക്കുന്നത് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടല്ലേ, ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എടുത്ത ഫോട്ടോയാ. അതില് അത്ത കൂടെ ഉണ്ട്. അത്ത എന്ത് കഴിഞ്ഞിട്ട് ഒരു 6 മാസത്തിനടുത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം 6 മാസമേ അത്ത ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ തമ്മിൽ ഭയങ്കര വൈബായിരുന്നു. അത്ത ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പം ആരും കാണാതെ എന്തെങ്കിലും സാധനങ്ങൾ എനിക്ക് മേടിച്ചോണ്ട് തരിക. ഇവിടെ ഇക്കുനൊക്കെ മേടിച്ചോണ്ട് വരുന്ന അപ്പാപ്പക്കെട്ടിന്റെ ഫസ്റ്റ് പൊതി എനിക്കായിരിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആരും കാണാതെ പൈസ തരാൻ പറ്റേ എന്താ പെണ്ണെ അത്ത എന്താ ഞാൻ രാവിലെ പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴും അല്ല അത്ത പോകാൻ ഇറങ്ങുമ്പോഴൊക്കെ ആരും കാണാതെ എനിക്ക് മറ്റേ അല്ല അപ്പൂപ്പന്മാര് കൊച്ചുമക്കൾക്ക് പോക്കറ്റ് മണി ഒക്കെ കൊടുക്കുന്ന പോലെ 50 രൂപ 100 രൂപ 10 രൂപ 20 രൂപ ഒക്കെ അത്ത എനിക്ക് തരുമായിരുന്നു. എന്നിട്ട് ഞാൻ വൈകിട്ട് ജോലി കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അത്ത ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട്, അത്തയ്ക്ക് രാത്രിക്കാ ജോലി, അത്ത ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് മേളിൽ റോഡിൽ കയറി നിൽക്കും, ഓട്ടോ നോക്കി അല്ലെ ബസ് നോക്കി. അപ്പൊ ഞാൻ വന്നിറങ്ങുമായിരിക്കും. വന്നിറങ്ങുമ്പോൾ നേരെ തൊട്ടപ്പുറത്തൊരു സ്റ്റേഷനറി ഷോപ്പ് ഉണ്ട്. എൻ്റെ അടുത്ത് അവിടെ കയറി ജ്യൂസ് കുടിക്കുക, അവിടെ കയറി ഐസ്ക്രീം മേടിക്കുക, ഞാൻ പൈസ കൊടുത്തോളാം എന്ന് പറഞ്ഞ് എന്തോരം തിന്ന് എന്തോരം കുടിച്ചു. പക്ഷെ ആ ഒരു 6 മാസം എനിക്ക് കിട്ടിയുള്ളൂ. എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് കുറേ ലോസുകൾ ഉണ്ടായിട്ടുണ്ട്. ആ ലോസിൽ ഏറ്റവും ലാസ്റ്റ് ഉണ്ടായ ലോസാണ് അത്ത എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഇപ്പോഴും സങ്കടം വരും, എപ്പോഴും സങ്കടം വരും. അപ്പൊ നമ്മുടെ കല്യാണം എല്ലാം കഴിഞ്ഞ് കുറച്ച് നാൾ മാത്രമേ നമുക്ക് നമ്മുടെ കൂടെ
അതായത് നമ്മുടെ സന്തോഷം, അതായത് നമ്മുടെ ഇവിടെ അതായത് അമ്പു വന്നതിന് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചായിരുന്നു അത്തയ്ക്ക് കാണണം എന്നൊക്കെയുള്ള കാര്യം. ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. ലാസ്റ്റ് അത്തയ്ക്ക് വയ്യാതായി കിടന്ന സമയത്തൊക്കെ അത്താടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മോന്റെ ഒരു കുഞ്ഞെന്നുള്ളത്. അപ്പം ഞങ്ങളുടെ അമ്പുവിന് അത്തത്താനെ കാണാനും എൻ്റെ ഫാദർ, എൻ്റെ അച്ഛനെ കാണാനും എൻ്റെ അമ്മയുടെ അച്ഛനെ കാണാനും ആരെയും കാണാനുള്ള ഭാഗ്യം അമ്പൂട്ടനില്ല. ഈ 3 സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്തായിരിക്കും പറയുന്നത്, ഈ 3 പേരും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും സങ്കടം വരത്തില്ലായിരുന്നു, അങ്ങനെ കുറച്ചും കൂടെ ഹാപ്പി ആയിട്ട് ശരിക്കും പറഞ്ഞാൽ അത്തായുമായിട്ട് പൊന്നെ ഭയങ്കര കമ്പനി ആയിരുന്നു. അത്താക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പൊന്നെ പെറ്റിനെ പോലെ തന്നെയായിരുന്നു. എനിക്ക് ഭയങ്കര സ്വാതന്ത്ര്യമായിരുന്നു. എനിക്കിപ്പം ഇവിടെ അമ്മ ഉണ്ട്, പക്ഷെ എനിക്ക് അമ്മയ്ക്ക് ഇഷ്ടമില്ലെന്നോ എനിക്ക് അമ്മയുടെ ഇഷ്ടമില്ലെന്നോ അല്ല, പക്ഷേ അതിനേക്കാൾ അമ്മയേക്കാൾ ഒരു ഇച്ചിരി കൂടുതൽ അല്ല, വീട്ടിലത്തെ റൗഡി ആണെങ്കിലും എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. ഇപ്പം അത്ത ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഭയങ്കര ബോണ്ടിങ് ആയിരുന്നു. ഇപ്പം അത്ത പോയിട്ട് ഏകദേശം 2 വർഷം അല്ലേ? 2 വർഷമായി. അപ്പൊ ഇനി എൻ്റെ അച്ഛൻ, അതായത് എൻ്റെ ഫാദർ മരിച്ചു. എൻ്റെ അമ്മയുടെ ഫാദറാണ് എന്നെ ഫാദറായിട്ട് തന്നെ ഉണ്ടായിരുന്നത്. ഞാൻ അത്താന്ന് വിളിച്ചിരുന്നതല്ല എൻ്റെ അമ്മയുടെ അച്ഛനെ. അത്തച്ചി മരിച്ചു, എൻ്റെ അച്ഛൻ മരിച്ചു, എൻ്റെ ഫാദർ മരിച്ചു, പൊന്നാടെ ഫാദർ മരിച്ചു. അങ്ങനെ ഈ ഡാഡീസ് എല്ലാം അങ്ങ് പോയി ഒരുമിച്ച്. അതാണ് ഞങ്ങൾക്ക് വലിയൊരു എല്ലാവരും കാണാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ വിട്ട് എറിഞ്ഞിട്ടാ പോയത്. അവർക്ക് പോകേണ്ട വന്നു, അവര് പോയി. പ്രതിഷേധമാണോ? നോർമലി കിടക്കുന്ന രീതിയിൽ കിടന്നിട്ട് കമന്ന് വീഴും. കമന്ന് വീണ്ടും ഒരു കരച്ചില്ല. അങ്ങോട്ടും നാൻ പറ്റത്തില്ല, ഇങ്ങോട്ടും നാൻ പറ്റത്തില്ല. കാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കരയുവാണെങ്കിൽ അപ്പൊ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കുട്ടി വീഡിയോ. അമ്പു ഓണായി തുടങ്ങിയിട്ടുണ്ട്. ഇനി അമ്പുനെ പിടിച്ചാൽ കിട്ടത്തില്ല. ഇനി അമ്പു ഒന്നിനും സമ്മതിക്കത്തില്ല. എനിക്ക് കഴിക്കാൻ പോലും ടൈം കിട്ടത്തില്ല. എന്റെ കഴിക്കുന്ന ടൈമൊക്കെ പോയി. അപ്പൊ നമ്മുടെ ഫോട്ടോയുടെ ബിഹൈൻഡ് ദ സ്റ്റോറി ചോദിച്ച ആളോട് പറയാനുള്ളത് അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റോറി. കുറെ മെമ്മറീസ് ഒന്ന് ചെകഞ്ഞെടുക്കാൻ പറ്റും. നമ്മുടെ ഫോട്ടോസിന് ചില ഫോട്ടോസിന് പറയാൻ ഒരുപാട് മെമ്മറീസ് ഉണ്ട്. ഫോട്ടോസ് ഇത് മാത്രമല്ല, പക്ഷെ നമ്മൾ ഫ്രെയിം ചെയ്തിട്ടുള്ള ഫോട്ടോസ് ഒക്കെ ആയിട്ടുള്ളത് ഇത് മാത്രമേ. ഒത്തിരി ഫോട്ടോസ് ഫ്രെയിം ചെയ്യണമെന്നുണ്ട്. ഞങ്ങൾ ഓൺലൈനിൽ ഇങ്ങനെ ഫ്രെയിംസ് ഒക്കെ മേടിക്കണം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ മറക്കാതെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാം ചെയ്യും. ബൈ. ബൈ പറഞ്ഞു. ബൈ.